ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളില്ല. പിന്നെ മദ്രസ ആണെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞിപ്പോൾ ക്ലോസ് ചെയ്തു അല്ലേ. ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞിട്ടല്ലേ തുറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു സമാധാനത്തിൽ റിലാക്സിൽ ഇങ്ങനെ ഇന്ന് രാവിലെ സാവധാനം ഓരോരോ പണികൾ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ കിച്ചണിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയിലിട്ട് നൈറ്റി ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഉണ്ട് വാതിൽ എന്താ പറയുക അവിടെ ബെല്ലടിക്കുന്നു കേട്ടോ. അപ്പം നോക്കിയപ്പോൾ എന്താ മിന്ത്രയെന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവർ രാവിലെ തന്നെ ഒരു എന്താ പറയുക നമുക്കൊരു സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയ മിന്ത്രത്തെ കവറും കാണിച്ചാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന് ഷോർട്സ് ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാം കേട്ടോ. അതെന്താണ് മിന്ത്രയെന്ന് ഞാൻ ഓർഡർ ചെയ്തത് വന്നത് എന്നൊക്കെയുള്ള അറിയാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാവധാനം ഏകദേശം ഒരു 9 മണിക്കായി 9-9:30 കിച്ചണിക്ക് വന്നപ്പെട്ടോ. രാവിലെ ഒരു ജസ്റ്റ് കാൽച്ചായൊക്കെ ഹസ്ബൻഡിന് ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇതും നീനൊന്നും എണീറ്റിട്ടില്ല. കാരണം മദ്രസ ഇല്ലാത്തതിൻ്റെ സന്തോഷത്തിൽ ഇതും ഇങ്ങനെ ആർമതിച്ച് ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞാനങ്ങനെ ഉണർത്താനും പോയില്ല, ഉറങ്ങിക്കോട്ടെ. എക്സാം ആയതുകൊണ്ട് ഇങ്ങനെ നേരത്തെ എഴുന്നേറ്റ് മദ്രസക്കൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കിച്ചണിക്ക് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടും ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുക്കറിൽ അതാ ഉരുളക്കിഴങ്ങ് കറി എന്താ ജസ്റ്റ് ഒന്ന് ഉള്ളിയൊക്കെ വാട്ടി നമ്മൾ ചിക്കൻ വെക്കുന്നത് പോലെ തന്നെ കേട്ടോ. ആ രീതിയിലാണ് ഞാൻ പൊട്ടറ്റോ കറി ഉണ്ടാക്കാറ്. ജസ്റ്റ് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് പിന്നെ തക്കാളി ഇട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്ത് അങ്ങനെ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് വേഗം ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കാമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കുക്കറിൽ ഊകിച്ചാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇതെന്താ ഇങ്ങനൊരു കറി, ഇതെന്താ ടേസ്റ്റ് ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ തന്നെ ആദ്യം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്ത് ശീലാക്കിയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് വേഗം നല്ല പൊട്ടാറ്റൊക്കെ ഇട്ട് നല്ലൊരു കറി ഉണ്ടാക്കി നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി അപ്പോഴേക്കും മക്കളൊക്കെ എഴുന്നേറ്റ് വന്നതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇതും പിന്നെ എൻ്റെ ഹസ്ബൻഡും കഴിക്കുന്നുണ്ട്. നീനുട്ടിനെ അങ്ങോട്ട് കാണാനേ ഇല്ല കേട്ടോ. എഴുന്നേറ്റ് അവൾ എന്തോ പഠിക്കാനുണ്ട്, അവൾക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ അവിടെ പഠിക്കാമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് വിളിക്കാൻ പോയതാട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാതെ ഈ വീട്ടിൽ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പം ഒന്നാമത് എന്താ വെച്ചാൽ അവൾക്കൊരു ഇൻട്രസ്റ്റ് തന്നെ കഴിക്കണം തോന്നും. അപ്പോൾ നന്നായിട്ട് കഴിക്കും. നല്ല ഗീ റൈസ് നല്ല ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ സംഭവമൊക്കെ ആണെങ്കിൽ കഴിക്കും. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അധികം കണ്ട് അങ്ങനെ കഴിക്കാൻ അവൾക്ക് കഴിയില്ല. അപ്പോൾ ഈ മോളൂനെയും ഇതുമൂനെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നീനൂട്ടിക്ക് അങ്ങനെ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ കഴിയില്ല കേട്ടോ. പിന്നെ സ്ലിമ്മായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിന്നാതെ ഞാൻ പറയാം ആമാശയൊക്കെ ചുരുങ്ങിപ്പോയിന് എൻ്റെത് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അപ്പോൾ അവളെ പോയി വിളിച്ചുകൊണ്ടുവന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് അവൾ. അപ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കുന്നുണ്ട്. അര ഗ്ലാസ് പാലെടുത്ത് പിന്നെ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് ഞാൻ പാലുണ്ടാക്കട്ടെ. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാലെടുക്കും, 1 ഗ്ലാസ് വെള്ളം എടുക്കും. എന്നിട്ട് തിളപ്പിക്കുമ്പോൾ അതിലേക്ക് ചായപ്പൊടിയും പിന്നെ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടും. ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ ഇതുണ്ടോ ഈ ഇച്ചിരി ഇടും. അപ്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ തിളച്ച് അത് നമുക്ക് കറക്റ്റായി വരുന്ന വരെ നമുക്കിവിടെ വെക്കാം. അപ്പോൾ നീനുട്ടിയുടെ വന്ന് ഇരിക്കണുണ്ട്, ഇന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ, നമുക്കൊപ്പം കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നീനും ഇതാ പുട്ടും നമ്മുടെ പൊട്ടറ്റോ കറിയും കഴിക്കുന്നുണ്ട്. ആ ഒരു കഷ്ണം പുട്ടാണ് കഴിക്കണത് കേട്ടോ. അപ്പോഴേക്കും വെറുതൊക്കെ കഴിഞ്ഞു ഇതും അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് 1 ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ഒന്നും വേറെ നമ്മളെ ബദാമോ നട്ട്സോ അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചായ കുടിക്കാനാണ് തോന്നിയത്. ഏതെങ്കിലും ഒരു നേരെയെങ്കിലും അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മുടെ നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ദിവസം. ഇനി നമുക്ക് അധികം അങ്ങനെ ഡയറ്റ് ചെയ്യാനൊന്നും സമയമില്ല. കാരണം നോമ്പാവുമ്പോൾ ഓൾറെഡി എനിക്കാണെങ്കിൽ നോമ്പിന് പലിച്ചക്ക് അധികം ഫുഡ് എന്നല്ല ഒരു ഭക്ഷണം കഴിക്കാനില്ല. ഞാൻ പലിച്ചക്ക് എഴുന്നേൽക്കണ തന്നെ ചായ മാത്രം കുടിക്കുള്ളൂ കേട്ടോ. ജസ്റ്റ് ഇതേപോലെ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കും. പിന്നെ വെള്ളം അങ്ങനെ കുടിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും. വെള്ളം എത്ര കുടിച്ചിട്ട് കാര്യമില്ലല്ലോ, 10 മണിയാകുമ്പോഴേക്കും അത് മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ നന്നായിട്ട് അപ്പോൾ ആ നേരം വെള്ളം കുടിച്ചിട്ട് 1 ഗ്ലാസ് ചായയാണ് കുടിക്കുക. ചിലപ്പോൾ ഈത്തപ്പഴം അങ്ങനെ എന്തുണ്ടെങ്കിൽ അത് കഴിക്കും കേട്ടോ. പിന്നെ പിന്നെ നമ്മൾ നോമ്പ് തുറക്കണ നേരത്തല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുറക്കണ നേരത്തെ അത്രയും വിശന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ടയർഡായി വരുമ്പോൾ നമുക്ക് ഡയറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്പോൾ ആ നേരം വേറെ എന്തെങ്കിലും കഴിക്കാനൊന്നും കഴിയില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് എങ്ങനെ പോവുക, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കൂടിയ വെയിറ്റ് അല്ല കുറഞ്ഞ വെയിറ്റ് കൂടുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോമ്പിന് എനിക്ക് ഡയറ്റ് ഒന്നും ആവില്ല. എന്നാലും ഞാൻ അത് ഇപ്പോൾ ഉള്ള വെയിറ്റ്, അതായത് ഇപ്പോൾ നമുക്ക് എത്ര ഉണ്ട് വെയിറ്റ്, ആ ഒരു വെയിറ്റ് തന്നെ ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നന്നായിട്ട് ജ്യൂസൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കുറേ വെയിറ്റ് കൂടാതെ നോക്കാം. ജ്യൂസാണ് കാര്യമായിട്ട്. കാരണം ഇവിടെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ നന്നായിട്ട് ജ്യൂസ് വേണം. അതായത് ഒരു നല്ല 2 ജഗ്ഗിൽ ജ്യൂസ് ഉണ്ടാക്കും. ഒന്നിൽ നല്ല ലൈം ജ്യൂസും ഉണ്ടാക്കും, അത് നിർബന്ധം കേട്ടോ, ലൈം ജ്യൂസ്. പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ജ്യൂസ് നന്നായിട്ട് അതും, പിന്നെ എന്താ പറയുക പൈനാപ്പിളോ അല്ലെങ്കിൽ എന്തപ്പോൾ അതിന് പറയാതെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യൂസ് നന്നായിട്ടുള്ളത് ഉണ്ടാവും. അപ്പോൾ ആ 2 ജ്യൂസൊക്കെ മൂപ്പർക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ തറാവി കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വെള്ളത്തിൻ്റെ ഇത് വേണം. പിന്നെ വന്നിട്ട് ആദ്യമൊക്കെ കഞ്ഞി കുടിക്കാറുണ്ടായിരുന്നു, അപ്പോൾ അതും ഇല്ല കേട്ടോ. വന്നിട്ടും ബാക്കി ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുക. അപ്പം ജ്യൂസ് ഉണ്ട്, അപ്പോൾ അത് ഞാനും കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഈ പ്രാവശ്യം ജ്യൂസ് കഴിയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു വെയിറ്റിൻ്റെ കൂടുന്ന സംഭവം കുറക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് നോക്കിയിട്ടാണ് ഇന്ന് ഞാൻ ജോലികളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് നമ്മൾ ആ എഗ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഞാൻ ആ കഴിക്കണത് തന്നെ കഴിക്കണുള്ളൂ. ഈ വീഡിയോയിൽ കാണാൻ തന്നെ ഞാൻ കഴിക്കണുള്ളൂ കേട്ടോ, എക്സ്ട്രാ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ആ ഒരു ഇതിൽ ഇനി 2-3 ദിവസമെങ്കിലും ചെയ്തിട്ട് ആ ഒരു വെയിറ്റ് അങ്ങനെ തന്നെ നിന്നോട്ട് എന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ചുരിദാറുകളൊക്കെ കണ്ടാൽ നല്ല ലൂസായിട്ടുണ്ട്, ചെറുതായിട്ട് ഇനി ഷേപ്പ് ആക്കണം. കാരണം ഭയങ്കര ലൂസായി കിടക്കുമ്പോൾ നമ്മൾ അധികം വണ്ണം തോന്നും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് വേഗം അടിച്ചു വാരുക തുടക്കുക എന്നുള്ള പരിപാടിക്ക് നിന്നിട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഈനൂട്ടിനെ കൊണ്ട് ചെയ്യിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അവൾ ഒരു 2-3 ദിവസം ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ എന്തൊക്കെയോ അവിടെയും ഇവിടെയൊക്കെ പൊടി ഉണ്ട് എന്നൊക്കെ തോന്നും. അപ്പോൾ ഞാനിന്ന് ഒക്കെ തട്ടിക്കെട്ടി ഇങ്ങനെ ജസ്റ്റ് ജനവാതിലും വാതിലൊക്കെ ഒന്ന് തട്ടി ഇങ്ങനെ ഒന്നായിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി. ഇനി ഇതും എന്താ പറയുക കുളിച്ചൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കട്ടെ, സ്കൂളില്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ തുടക്കുന്നതിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്ന അത്ര ദേഷ്യം വേറെ ഒന്നുമില്ല. ഞാനങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, തുടക്കുന്നതിൽ കൂടെ നടക്കല്ലമ്മോ. അപ്പോൾ ഇങ്ങോട്ട് വരും, നീ പോയി ആ സോഫയിലൊന്ന് പോയി ഇരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതാ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നീന് പറഞ്ഞ് ഞാൻ തുടച്ചാൽ പോലെ ഞാൻ തുടക്കാമെന്നൊക്കെ പറഞ്ഞ് അവൾ പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചെറിയൊരു ദിവസമുണ്ട്. 2 ദിവസം അവൾ ചെയ്താൽ പിന്നെ 3-ാമത്തെ ദിവസം പിന്നെ എനിക്കൊന്ന് ജസ്റ്റ് എൻ്റെ കൈ കൊണ്ടൊന്ന് തുടക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി തുടക്കലും അടിച്ച് വാരലും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ലഞ്ച് പരിപാടിയിലേക്കൊക്കെ കിടക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഡയറ്റൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നോമ്പിനൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ? ഡയറ്റൊക്കെ നമ്മുടെ കൂടെ ചെയ്യുന്നവരുടെ ഡയറ്റ് നമ്മൾ നോമ്പിനൊക്കെ നിങ്ങൾ എന്താ ചെയ്യാറ് വണ്ണം കൂടാതിരിക്കാൻ? ഞാനിപ്പോൾ സത്യം പറയാമല്ലോ, നമ്മളിപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഇങ്ങനെ തട്ടിമുട്ടി ഒരു എന്താ പറയുക അവിഞ്ഞ ഡയറ്റൊക്കെ ആണെങ്കിലും അങ്ങനെ നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊന്നും അല്ലെങ്കിലും നമ്മളിപ്പോൾ 10 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 2-3 മാസം ഞാൻ തുടങ്ങുമ്പോൾ എത്രയെന്ന് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും, 108 107.9. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഒരു 98-90 ആ വെയിറ്റിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇങ്ങനെയൊക്കെ ആയാലും നമ്മൾ 2-3 മാസം കൊണ്ട് 10 കിലോ കുറച്ചില്ലേ. ഇത് കുറക്കണം എന്നുണ്ടെങ്കിൽ 10 കിലോ കുറയാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമില്ല എന്ന് വണ്ണമുള്ളവർക്കൊക്കെ അറിയാം, വണ്ണം കുറക്കാൻ ശ്രമിക്കുന്നവർക്കും അറിയാം. അപ്പം എന്താ പറയുക, ആ ഒരു സമാധാനത്തിലാണ് ഞാൻ. പിന്നെ നമ്മുടെ ഈ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ലഞ്ച് ഉണ്ടാക്കാൻ നിന്നിട്ടോ. അപ്പോൾ രാവിലത്തെ പുട്ട് കണ്ടപ്പോൾ നീനും ഇതുമൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പുട്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ. ചോറ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കെന്നാൽ ചോറ് വേണ്ട, ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചപ്പാത്തി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മക്കൾക്കല്ല, നീനുവിന് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മോളൂനും വലിയ ഇഷ്ടമല്ല ചപ്പാത്തിയൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തിമൊക്കെ അങ്ങനെ പോവാറില്ല. എനിക്കിഷ്ടമാണ് ചപ്പാത്തി. പക്ഷേ ഞാൻ ഇന്നും നാളെയും കൂടി അരി ഭക്ഷണമോ കാര്യങ്ങളൊന്നും കഴിക്കില്ല എന്നൊക്കെ ചോദിച്ചാൽ എഗ് ഡയറ്റ് മേലെ തന്നെ അങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഒരടുപ്പത്ത് പരത്തി ചുടുന്നുണ്ട്. പിന്നെ മീൻ കറി, നമ്മൾ ഇന്നലത്തെ മീനിൻ്റെ തലയും വാലൊക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അടിപൊളിയായിട്ട് മീൻ കറി വെച്ചിട്ടുണ്ട്. പുളിയൊക്കെ പറഞ്ഞ് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അധികം നീട്ടിയുള്ള മീൻ കറിയല്ല, ഒരു കുറുന്നനെ ഉള്ള മീൻ കറിയാണ് അതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മസാല പരട്ടി വെച്ച മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് കൂട്ടാൻ എന്തെങ്കിലും കൊണ്ടുവരണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഇവിടെ ഫ്രിഡ്ജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർന്നോട്ടെ, ഇനിയിപ്പോൾ വേറെ കൊണ്ടുവരണ്ട, നാളെ വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും തുടക്കാനും ഒക്കെ
ഉണ്ട്. അപ്പോൾ അതും കൊണ്ടുവച്ചാൽ പിന്നെ നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ലേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ മീനും തലയും വാലും കൊണ്ട് കറിയും ബാക്കി ഉടൽ കൊണ്ട് മീൻ വറുത്തും വെച്ച് നന്നായിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള മീനുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താ പേര് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ കഷ്ണം മീനൊന്നും കൊണ്ടുവരുന്ന മീൻ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇത് കാണുന്ന ഭംഗി കഴിക്കാനുണ്ടാവില്ല. ഇതങ്ങനെയല്ല, നല്ല ടേസ്റ്റിന് പൊരിക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള പരിപാടി. പച്ചക്കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കക്കരിക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ കരുതി. ഇവിടെ ഞാൻ പറഞ്ഞില്ല മോളൂനാണ് കാര്യമായിട്ട് ഉപ്പേരിയൊക്കെ തോരൻ അങ്ങനെ ആ ഒരു ഉപ്പേരി കഴിക്കുക എന്നുള്ളത് അവൾ വരുമ്പോഴാട്ടോ. അവൾക്ക് ഇങ്ങനെ ആ ചോറിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. ഇവിടെ നീനൂട്ടിക്ക് പച്ചക്കറി എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമില്ല. ഇതും പിന്നെയും കുറച്ചൊക്കെ കഴിക്കും. അപ്പോൾ മൂപ്പർക്കും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ആ ഒരു മൂടാട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ കുറച്ച് കക്കരിക്ക വെട്ടിയിട്ടു. അപ്പോൾ എനിക്കും കഴിക്കല്ലോ, കക്കരിക്ക ഉണ്ടാകുമ്പോൾ എനിക്കും കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഇതാണ് കഴിച്ചത് കേട്ടോ. ഒരു കക്കരിക്ക ഫുള്ളായിട്ട് ഞാനെടുത്തു, 2 കക്കരിക്ക കട്ട് ചെയ്തു. അതിൽ ഒരു കക്കരിക്ക ഫുള്ളായിട്ട് ഞാനെടുത്തു, മറ്റേ കക്കരിക്ക അവർക്കൊക്കെ കൂടെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ 2 മുട്ട പുഴുങ്ങിയത് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ആ 2 മുട്ട എടുത്തു. പിന്നെ മീൻ കറിയിലെ മീനും എടുത്തിട്ട്, കാരണം ഒരു പുളി എന്തൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ ഒരു പുളി വേണം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ടോ പുളി ഉണ്ട്. പുളിയൊക്കെ പറഞ്ഞ് മീൻ കറി ഉണ്ടായാലും തൈര് ഇവിടെ നിർബന്ധം കണ്ടോ. തൈരൊക്കെ കുഴച്ച് പിന്നെ ചപ്പാത്തിയും കൂടി ആയപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷം. ചപ്പാത്തി ഇങ്ങനെ ആ ഒരു തൈരിലൊക്കെ കുഴച്ച് മീൻ കറിയും തൈരൊക്കെ ആക്കിയിട്ട് കുഴച്ച് നിന്ന് എന്താ പറയുക ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. അവൻ അങ്ങനെ കഴിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയ ഒരു ബുദ്ധിമുട്ടൊക്കെ മറക്കും അല്ലേ. അപ്പം ഇതുമോ ചപ്പാത്തി അവൾക്ക് ഇഷ്ടമാണ് ചപ്പാത്തി. അപ്പോൾ ഒരു കഷ്ണം പുട്ടും നിന്ന് പിന്നെ ബാക്കി 2 ചപ്പാത്തി അങ്ങനെ എന്തോ കഴിച്ചു. നീനൂട്ടിനാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നേ ഇല്ല. അപ്പോൾ രാവിലെ കഴിച്ച പുട്ട് തന്നെ ദഹിച്ചിട്ട് എനിക്കിപ്പോൾ വേണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുക്കള ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. വേണമെങ്കിൽ വന്ന് തിന്ന് എനിക്ക് പാത്രം കഴുകിയൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വിളിക്കുകയാണ്. വരുന്നേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞാനൊക്കെ ഫുഡ് കഴിച്ച് എഴുന്നേൽക്കാൻ നേരം അവൾ വന്ന് കഴിച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പോയി കുറച്ച് നേരം എന്താ പറയുക കിടക്കുന്ന ആ ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഉറങ്ങുന്ന പരിപാടി ഇല്ല. അപ്പം ചിലപ്പോൾ നല്ല ക്ഷീണം ഉണ്ടെങ്കിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്കൊരു കണ്ണുമാളലുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഉറക്കേ ഉള്ളൂ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്തിങ്ങനെ ആ നേരം തന്നെയാണ് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ. എന്ത് പിന്നെ പ്രത്യേകിച്ച് വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ 3 മണിക്ക് തുടങ്ങും ചായ അറിയിൽ ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരും ഉള്ള ദിവസം അങ്ങനെ കിടക്കാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ 3-3:15 ആകുമ്പോൾ തുടങ്ങും. ചായ ഇല്ലേ വെച്ച് നടക്കുമ്പോൾ ഞാൻ നല്ലൊരു മൂപ്പർക്ക് കാപ്പി ഇഷ്ടം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാപ്പി ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇതുമൂന്നും കട്ടൻ ചായ മതിയെന്ന് നോക്കും. അത് ഉണ്ടാക്കിയെടുത്തു. ഞാനും നീനൂട്ടി ഒന്നും കഴിച്ചിട്ടില്ല വൈകുന്നേരം. അപ്പോൾ നീനും ചായ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് കുറേ പിന്നെ മടക്കി വെക്കാനുണ്ടായിരുന്നു. രാവിലെ മുതൽ ഉച്ച വരെ അലക്കിയതൊക്കെ നമ്മൾ ഉച്ചക്ക് വൈകുന്നേരത്തെ പ്രധാനപ്പെട്ട പണി ഇതാണല്ലോ. അതൊക്കെ ഉണങ്ങിയതൊക്കെ കൊണ്ടുവന്ന് മടക്കി ഓരോരുത്തർ ഒരു സംഭവത്തിലേക്ക് വെക്കുക എന്നുള്ളതാണല്ലോ പിന്നെ വൈകുന്നേരത്തെ പ്രധാനപ്പെട്ട പണികളെ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ചായ തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. പിന്നെ എന്താ മടക്കി വെച്ചാൽ പിന്നെ ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അവരുടേത് അവരവരെ കൊണ്ടുവെക്കണം സ്ഥലത്ത് നിന്ന്. അപ്പോൾ കൊണ്ടുപോയി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യത് മാത്രം ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് നമ്മളിതാ 98.8 ഇന്നലെ 99.7 ആയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ 98.8 കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വെയിറ്റ്. കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്താ പറയുക കുറച്ച് സ്ട്രിക്റ്റ് ആക്കുന്നതിൻ്റെ മാറ്റം കാണുന്നുണ്ട്. എന്നാലും ഒരു 97 കണ്ടാൽ മതിയേനു എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക്. കാണുമെന്നറിയില്ല. എന്നാലും 97 ആയി കഴിഞ്ഞാൽ കറക്റ്റ് 10 കിലോനെ കാരണം നമ്മൾ 107.9 ഇനിയും 97.9 ആയാലും നമ്മൾ എന്തായി കറക്റ്റ് 10 കിലോ കുറഞ്ഞെന്നുള്ള സമാധാനത്തിൽ നിൽക്കാമല്ലോ അതിനാട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരത്തെ അലക്കിയത് ഇതൊക്കെ എടുത്തക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടോ ഫുഡ് കഴിച്ചപ്പോൾ. അപ്പോൾ ഇതാണ് ഇന്ന് കഴിച്ചത് രാത്രി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ കഴിച്ചിട്ടുള്ളൂ. മുട്ടയും പിന്നെ ഞാൻ ബദാമും ഇതൊക്കെ എടുത്തു ചായ കുടിച്ചു. ഇതാണ് ഞാൻ വൈകുന്നേരം കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നാളെ കാണാം. ബൈ.